UDF തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് അൻവർ സഞ്ചരിക്കുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. അൻവർ പറയുന്നതെല്ലാം പതിരും നേരത്തെ പറഞ്ഞതിന്റെ ആവർത്തനവുമാണെന്നും വിജയരാഘവൻ. കാനാട്ടുകരയിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർത്തയുണ്ടാക്കാനും മാധ്യമശ്രദ്ധ നേടാനുമായി മുഖ്യമന്ത്രിയെയും CPM-നെയും കടന്നാക്രമിക്കാൻ അൻവർ നടത്തിയ ശ്രമങ്ങളുടെ പൊതു സ്വഭാവം നോക്കിയാൽ അത് UDF-ഉമായുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് ബോധ്യമാകും. UDF-ന്റെ നേതാക്കൾ എല്ലാവരും അൻവർ പറയുന്നതിൻ്റെ അനുബന്ധ സംസാരക്കാരായി മാറിയിരിക്കുന്നു. അവർക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അൻവറെ കൊണ്ട് പറയിക്കുന്ന രീതി പോലും ഉണ്ടായിരിക്കുന്നു. സമൂഹത്തെ കൂടുതൽ വർഗീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ശ്രമങ്ങളെന്നും കേരളത്തെ വർഗീയമായി വേർതിരിച്ച് ആ വർഗീയ ചേരിയെ UDF-ന്റെ പിന്നിൽ അണിനിരത്തുക എന്നതാണ് ഇത്തരം ശ്രമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. LDF-നെ രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ജനങ്ങളെ വർഗീയവൽക്കരിച്ച് നേട്ടമുണ്ടാക്കാനുള്ള UDF-ന്റെ ശ്രമം കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ വിലപ്പോവില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങളെപ്പോലും വർഗീയവൽക്കരിക്കാനാണ് UDF-ന്റെ പൂർണ്ണ പിന്തുണയോടെ അൻവർ ശ്രമിക്കുന്നത്. അൻവർ അടിക്കുന്നുവെന്ന് പറയുന്ന സിക്സറുകൾ ഡക്കാണെന്നും കുറ്റിതെറിച്ചു പോകുന്നവയാണെന്നും വിജയരാഘവൻ പരിഹസിച്ചു. നിലമ്പൂരിൽ LDF-ന്റെ കരുത്തനായ സ്ഥാനാർത്ഥിയായിരിക്കും വിജയിക്കുകയെന്നും വിജയരാഘവൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശ്ശൂർ.